നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോ ആയ NCERT ക്ലാസ് 8 ഹിന്ദി മൽഹാർ ചാപ്റ്റർ 10 തരുൺ കെ സ്വപ്ന എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തരുൺ കെ സ്വപ്ന, തരുൺ എന്ന് പറയുന്നത് യുവാക്കൾ, യൂത്തിനെ പറയുന്നതാണ്. തരുൺ കെ സ്വപ്ന, യുവാക്കളുടെ സ്വപ്നം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്ററിലേക്ക് പോകാം. नेताजी सुभाष चंद्र बोस ऐसे स्वाधीन संपन्न समाज और राष्ट्र का सपना देखते थे जिसमें व्यक्ति सब दृष्टियों से मुक्त हो और समाज तथा राष्ट्र की सेवा में समान रूप से भागीदार बने. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഇതിൻ്റെ രചയിതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ऐसे स्वाधीन संपन्न समाज और राष्ट्र का सपना देखते थे. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഏസെ സ്വാധീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രവും സമൃദ്ധവും പ്രോസ്പറസുമായിട്ടുമുള്ള ഒരു സമാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി, ഒരു ഇൻഡിപെൻഡൻറ്റ്, ഒരു പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, അതുപോലെ തന്നെ ഒരു രാഷ്ട്രവും സ്വപ്നം കണ്ടിരുന്നു. ജിസ്മേ വ്യക്തി, ആ ഒരു രാഷ്ട്രത്തിൽ വ്യക്തി സബ് ദൃഷ്ടിയോം സെ മുക്ത് ഹോ, വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗരന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. സബ് ദൃഷ്ടിയോം സെ, എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്നും സ്വതന്ത്രരായിരിക്കുകയും അവർ സമാജ് തഥാ രാഷ്ട്ര കെ സേവാ മേം സമാൻ രൂപ സെ ഭാഗീദാർ ബനോ, അതുപോലെ തന്നെ സമാജ് തഥാ രാഷ്ട്ര കി സേവാ മേം, അവർ എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കുകയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും, സമാജം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി, സമാജ്, സമൂഹം, രാഷ്ട്രത്തിൻ്റെ സേവനങ്ങളിൽ സമാൻ രൂപസെ, തുല്യ രൂപത്തിൽ ഭാഗീദാർ ഭാഗീദാർ എന്ന് പറഞ്ഞാൽ പങ്കാളികളാവുക, തുല്യ പങ്കാളികളാവുക, പാർട്ടാവുകയും ചെയ്യുന്നു. വേ അപ്പനെ ഉദ്ബോധനോമേം നാരി മുക്തി ഔർ സബി കോ ശിക്ഷ തഥാ സമാൻ അവസർ മിൽനെ ബാത് ബി കർത്തേ ദേ. അദ്ദേഹം തൻ്റെ ഉദ്ബോധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസംഗം, സ്പീച്ചസിനെയാണ് ഉദ്ബോധൻ എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിൽ, സ്പീച്ചസിൽ നാരി മുക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം, അവർ സബി കോ ശിക്ഷ തഥാ സമാൻ അവസർ മിൽനേക്ക്, എല്ലാവർക്കും ശിക്ഷ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സമാൻ അവസർ, തുല്യ അവസരങ്ങളും മിൽനേക്ക്, ലഭിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകളിൽ അതേക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തുല്യ അവസരം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്പീച്ചസുകളിൽ പ്രതിധ്വനിച്ച് കണ്ടിട്ടുണ്ട്. അപ്പന യഹ് സ്വപ്ന വേ യുവാവോം കി സോംപനെ ചാഹത്തെ ദേ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹം യുവാക്കൾക്കായിട്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചു? സോംപന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഓവർ, അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹം യുവാക്കളിൽ ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്താ കാരണം? യുവാക്കൾക്ക് അദ്ദേഹം ഈ സ്വപ്നം ഹാൻഡ് ഓവർ ചെയ്യാൻ കാരണം എന്താ? ജിസ്സെ ആദർശ സമാജ് അവർ ആദർശ രാഷ്ട്ര കാ രൂപ സാകാർ ഹോ സക്കെ, ആ ഒരു യുവാക്കളിലൂടെ അദ്ദേഹം മനസ്സിലാക്കി ഒരു ആദർശ സമാജ്, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയും ഒരു ആദർശ രാഷ്ട്രവും, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രവും സാകാർ ഹോ സകെ, റിയലൈസ് ആകും, യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആയിയെ അബ് ഹം നേതാജി के उस उद्बोधन के विषय में जानता है जो उन्होंने मेदिनीपुर जिला युवक सम्मेलन में 29 दिसंबर 1929 को युवाओं को संबोधित करते हुए प्रकट किया था. വരൂ, നമുക്ക് നേതാജിയുടെ ആ ഒരു സ്പീച്ചസിനെ കുറിച്ച് നമ്മൾക്കറിയാം. എപ്പോൾ നടത്തിയ സ്പീച്ചാണ്? അദ്ദേഹം 1929 ഡിസംബർ 29 യുവക് സമ്മേളനം എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഫറൻസിൽ യുവാവോങ്കോ സംബോധിത് കർത്തേ ഹുയെ, സംബോധിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം, യുവാക്കളെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തിയ ആ ഒരു പ്രസംഗത്തെക്കുറിച്ച് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം, അതിനെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു ഇൻഡിപെൻഡൻറ്റും അതുപോലെ തന്നെ പ്രോസ്പറസുമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അതിൽ എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസവും സമാനതയും, സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു രാഷ്ട്രമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ സ്വപ്നങ്ങൾ യുവാക്കൾക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ താല്പര്യം
താല്പര്യപ്പെട്ടു. കാരണം യുവാക്കളിലൂടെ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ഈ ഒരു ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന തോ അനേകോം നെ ദേക്ക, ഈ സ്വപ്നം പലരും കണ്ടിട്ടുണ്ട്. ഹമാരെ നേതാ സ്വർഗീയ ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് നെ ബി ഏക് സ്വപ്ന ദേക്ക ദാ. ഹമാരെ നേത, നമ്മളുടെ നേതാവായിട്ടുള്ള സ്വർഗീയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരിച്ച മരണപ്പെട്ട ദേശബന്ധു ചിത്തരഞ്ജൻ ദാസും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു. വഹി സ്വപ്ന ഉൻകി ശക്തി ക ഉത്സ് ബന, ആ അതേ സ്വപ്നം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി, അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഉത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സ്, ഉറവിടവും, അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ ഉറവിടവും സ്ട്രെങ്ത്തിൻ്റെ സോഴ്സും. അതുപോലെ തന്നെ ഉൻകെ ആനന്ദ് ക നിർജർ, ആനന്ദ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയുടെ നിർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറവിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ എന്താ പറയുന്നത് ഫൗണ്ടെയിൻ ഓഫ് ജോയി എന്ന് പറയുന്നതും, നിർജർ എന്ന് പറഞ്ഞാൽ ഫൗണ്ടെയിൻ ഉറവിടം, സന്തോഷത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നതും ഈ ഒരു സ്വപ്നം തന്നെയാണ്. ഉൻകെ സ്വപ്നയ്ക്ക് ഉത്തരാധികാരി ആജ് ഹം ഹേ, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഇന്നത്തെ ഇൻഹെറിറ്റേഴ്സ്, അവകാശികൾ എന്ന് പറയുന്നത് നമ്മളാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഇന്നത്തെ അവകാശികൾ, ഇൻഹെറിറ്റേഴ്സ് നമ്മളാണ്. ഇസ്ലിയെ ഹമാരാ ബി അപ്ന ഏക് സ്വപ്ന ഹേ, അതുകൊണ്ട് നമ്മൾക്കും നമ്മളുടേതായിട്ടുള്ള ഒരു സ്വപ്നമുണ്ട്. ഇസി സ്വപ്നയ്ക്ക് പ്രേരണാസെ, ഈ ഒരു സ്വപ്നത്തിൻ്റെ ഇൻസ്പിറേഷൻ, പ്രചോദനം കൊണ്ടാണ് നമ്മൾ ഉടുത്തേഹെ എഴുന്നേൽക്കുന്നത്, ബൈത്തേഹെ ഇരിക്കുന്നതും, ചൽത്തേഹെ നടക്കുന്നതും, ഫിർത്തേഹെ റോം എറൗണ്ട് ചുറ്റി നടക്കുന്നതും, ഔർ ലിഖ്തേഹെ എഴുതുന്നതും, ഭാഷൺ ദേത്തേഹെ സ്പീച്ചസ് നടത്തുന്നതും, കാംകാജ് കർത്തേഹെ ജോലികൾ ചെയ്യുന്നതുമെല്ലാം ഈ ഒരു സ്വപ്നത്തിൻ്റെ പ്രേരണയോടു കൂടിയാണ് എന്നാണ് പറയുന്നത്. വഹ് സ്വപ്നിയ ആദർശ് ക്യാ ഹെ, എന്താണ് ആ സ്വപ്നം അല്ലെങ്കിൽ ആദർശം എന്താണ്? ഹം ചാഹത്തെ ഹെ ഏക് നയാ സർവാംഗീൻ സ്വാധീൻ സമ്പന്ന സമാജ് ഔർ ഉസ് പർ ഏക് സ്വാധീൻ രാഷ്ട്ര. ഹം ചാഹത്തെ ഹെ, നമ്മൾക്ക് വേണ്ടത് എന്താണ്? ഏക് നയാ സർവാംഗീൻ എന്ന് പറഞ്ഞാൽ ഓൾ അറൗണ്ട്, എല്ലാമായിട്ടുള്ള, സ്വാധീൻ സമ്പന്ന്, സ്വാധീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, സമ്പന്ന് പ്രോസ്പറസ് സമൃദ്ധമായിട്ടുള്ള ഒരു സൊസൈറ്റിയും, അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് രാഷ്ട്രവുമാണ് നമ്മൾക്ക് വേണ്ടത്. ഉസ് സമാജ് മേ വ്യക്തി സബ് ദൃഷ്ടിയോം സെ മുക്ത് ഹോ, ആ ഒരു സമാജത്തിൽ വ്യക്തി എന്ന് പറഞ്ഞാൽ പൗരന്മാർ സബ് ദൃഷ്ടിയോം സെ എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്നും സ്വതന്ത്രരായിരിക്കും. തഥാ സമാജിക്കെ ദബാവ് സെ വഹ് മരേ നഹിം, അതുപോലെ തന്നെ സമാജത്തിൻ്റെ ദബാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, പ്രഷർ, ആ ഒരു സമ്മർദ്ദത്തിൽ, സൊസൈറ്റിയുടെ ആ ഒരു പ്രഷറിൽ അവർ മരിക്കുകയും ഇല്ല. ഉസ് സമാജ് മേ ജാതി ഭേദ കാ സ്ഥാൻ നഹി ഹെ, ആ ഒരു സമാജത്തിൽ, ആ ഒരു സൊസൈറ്റിയിൽ ജാതിഭേദം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്ക്രിമിനേഷൻ, അതിനൊരു സ്ഥലവും ഉണ്ടായിരിക്കില്ല, ആ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. ഉസ് സമാജ് മേ നാരി മുക്ത് ഹോക്കർ സമാജി ഏവം രാഷ്ട്രക്കെ പുരുഷോം കി തര സമാൻ അധികാർ കാ ഉപഭോഗ് കരേ, ആ ഒരു സൊസൈറ്റിയിൽ നാരി മുക്ത് ഹോക്കർ സ്ത്രീകൾ സ്വതന്ത്രമായിക്കൊണ്ട് സമാജ് ഏവം രാഷ്ട്രയ്ക്ക് സൊസൈറ്റിയിൽ, അതുപോലെ തന്നെ രാഷ്ട്രത്തിൽ, നമ്മുടെ രാജ്യത്തിൽ പുരുഷോം കി തര പുരുഷന്മാരെ പോലെ തന്നെ സമാൻ അധികാർക്ക് തുല്യ അവകാശം നേടുകയും അതുപോലെ തന്നെ അതിൽ ഉപഭോഗക്കാരെയും എൻജോയ് ചെയ്യുകയും ചെയ്യും. അവർ സമാജ് തഥാ രാഷ്ട്രീയ സേവാമേ സമാൻ രൂപസെ ഹിസ്സ ലേ, അത് മാത്രമല്ല ആ ഒരു സൊസൈറ്റിയിൽ അവർക്ക് പുരുഷന്മാരെ പോലെയുള്ള തുല്യ അവകാശങ്ങൾ ലഭിക്കുകയും അതേ തുല്യ രൂപത്തോടു കൂടി തന്നെ അവർ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ സേവനങ്ങളിൽ, സർവീസുകളിൽ പാർട്ടാവുകയും തുല്യ പങ്കാളിത്തത്തിൽ പാർട്ടാവുകയും ചെയ്യണം. ഉസ് സമാജ് മേം അർത്ഥ കി വിശേഷത നാ ഹോ, അർത്ഥ കി വിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇക്കോണമിക് ഇൻഇക്വാലിറ്റി, സാമ്പത്തിക അസമത്വം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമാജത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന
ആ ഒരു സമാജത്തിൽ, ആ ഒരു സൊസൈറ്റിയിൽ ആർത്തിക് വിഷമത നാ ഹോ, സാമ്പത്തിക ഇന്നിക്വാലിറ്റി, സാമ്പത്തിക അസമത്വം ഉണ്ടാവരുത്, इकोनॉमिक इनइक्वालिटी ഉണ്ടാവില്ല. उस समाज में प्रत्येक व्यक्ति शिक्षा और उन्नति का समान सुअवसर पाए. പിന്നെ എന്തായിരിക്കും ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്? ശിക്ഷ, വിദ്യാഭ്യാസം, പൂർണ്ണമായ തരത്തിലുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉന്നതി, പ്രോഗ്രസ്, പുരോഗതിയും അതുപോലെ തന്നെ സമാൻ സുഅവസർ പായ, തുല്യതയും, എല്ലാ തുല്യതയും പുരോഗതിയും വിദ്യാഭ്യാസവും എല്ലാം തുല്യ രീതിയിൽ ആ ഒരു സമാജത്തിൽ ഉണ്ടായിരിക്കും എന്നാണ്, സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ജിസ് സമാജ് മേം ശ്രം ഔർ കർമ്മ കി പൂരി മര്യാദ ഹോഗി, ഈ ഒരു സമാജത്തിൽ, സൊസൈറ്റിയിൽ എന്തുണ്ടാകും? ശ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്വാനം, ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ കർമ്മ, ജോലി, പൂരി മര്യാദ ഹോഗി, പൂർണ്ണമായിട്ടും ഒരു കംപ്ലീറ്റ് ആയിട്ടുമുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ടാകും. അതായത് അധ്വാനത്തിനും ജോലിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ടാകും. और आलसी तथा अकर्मण्य के लिए कोई स्थान नहीं रहेगा. എന്നാൽ ആലസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസി പീപ്പിൾസിനും അതുപോലെ തന്നെ അകർമണ്യ എന്ന് പറഞ്ഞിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള, നിഷ്ക്രിയരായിട്ടുള്ളവർക്കും ഒരു സ്ഥാനവും ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കില്ല. മടിയന്മാർക്ക് ഒരു സ്ഥാനവും ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കില്ല. വഹ് രാഷ്ട്ര കിസി ബി വിജാതീയ പ്രഭാവ് സെ ഹർ പ്രകാർ സെ മുക്ത് രഹേഗ. അങ്ങനെ ഒരു രാഷ്ട്രം കിസി ബി വിജാതീയ പ്രഭാവ് സെ, വിജാതീയ പ്രഭാവ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻഫ്ലുവൻസ്, വിദേശ ശക്തികളിൽ നിന്നും ഹർ പ്രകാർ സെ മുക്ത് രഹേഗ, എല്ലായ്പ്പോഴും സ്വതന്ത്രമായിരിക്കും. മുക്ത് രഹേഗ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിരിക്കും, സ്വതന്ത്രമായിരിക്കും. ജോ രാഷ്ട്ര ഹമാരെ സ്വദേശി സമാജ് കെ യന്ത്ര കെ രൂപമേ കാം കരേഗ. അതായത് ജോ രാഷ്ട്ര, അങ്ങനെ ഒരു രാഷ്ട്രം, ഹമാരെ സ്വദേശി സമാജ്, നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, തദ്ദേശീയമായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ യന്ത്രിക രൂപമേം, ഉപകരണമായി പ്രവർത്തിക്കുന്ന ആ ഒരു രാഷ്ട്രം, സർവോപരി, എല്ലാത്തിനുമുപരി, വഹ് സമാജ് അവർ രാഷ്ട്ര ഭാരതവാസിയും കാ അഭാവ് മിട്ടായേഗ. ആ ഒരു രാഷ്ട്രം, നമ്മുടെ സൊസൈറ്റിയുടെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാരതവാസിയും കാ അഭാവ് എന്ന് പറഞ്ഞാൽ ദേശവാസികളുടെ ആ ഒരു അഭാവം, ആബ്സെൻസ്, എന്തൊക്കെ ഇല്ലായ്മകളെ മായ്ച്ചു കളയുക മാത്രമല്ല, ഭാരതവാസിക്ക് ആദർശക്കോ സാർത്ഥക് ബനാക്കർ ഹി സ്ഥിർ നഹീം ഹോഗ, ഭാരതവാസികളുടെ ആദർശങ്ങളെ യാഥാർത്ഥ്യമാക്കി സ്ഥിരപ്പെടുത്തുകയല്ല, മാത്രമല്ല എന്താ ചെയ്യുന്നത്? വിശ്വ മാനവിക സമക്ഷ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഹ്യൂമാനിറ്റി, മനുഷ്യരാശിക്ക് മുൻപിൽ, സമക്ഷം എന്ന് പറഞ്ഞാൽ മുൻപിൽ, ആദർശ സമാജ് അവർ ആദർശ രാഷ്ട്രക്കെ രൂപമേ ഗണ്യ ഹോഗ, ഒരു ആദർശ രാഷ്ട്രമായും ഒരു ഐഡിയൽ സൊസൈറ്റിയുമായും ഗണ്യ ഹോഗ എന്ന് പറഞ്ഞാൽ കണക്കാക്കപ്പെടുന്നു. മേസേ സമാജ് ഓർ ഏസേ രാഷ്ട്ര കാഹി സ്വപ്ന ദേഖ്താ രഹതാ ഹും, ഞാൻ അങ്ങനെ ഒരു സൊസൈറ്റിയെയും അങ്ങനെ ഒരു രാഷ്ട്രത്തെയുമാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. യഹ് സ്വപ്ന മേരെ സമക്ഷ നിത്യ ഏവം അഖണ്ഡ് സത്യ രഹേഗ, ഇങ്ങനെ ഒരു സ്വപ്നം എൻ്റെ മുൻപിൽ നിത്യ ഏവം അഖണ്ഡ് സത്യ രഹേഗ, നിത്യം എന്ന് പറഞ്ഞാൽ എന്താ? എറ്റേണൽ, ശാശ്വതവും, അഖണ്ഡ് സത്യ രഹേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഖണ്ഡ് എന്ന് പറഞ്ഞാൽ അൺബ്രോക്കൺ, തകർക്കപ്പെടാത്തതും, അതായത് എറ്റേണലും അൺബ്രോക്കണും ശാശ്വതവും തകർക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരു സത്യമായിരിക്കും ആ ഒരു സ്വപ്നം എൻ്റെ മുൻപിൽ. ഈ സത്യക്ക് പ്രതിഷ്ഠ के लिए सब कुछ किया जा सकता है. ഈ സത്യം യാഥാർത്ഥ്യമാക്കുന്നതിന്, പ്രതിഷ്ഠ के लिए എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാക്കുന്നതിന്, റിയലൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സബ് കുച്ച് കിയാ ജാ സക്താ ഹെ, എന്തു വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഹർ പ്രകാർ കാ ത്യാഗ് കിയാ ജാ സക്താ ഹെ, ത്യാഗ് എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ്, എല്ലാ തരത്തിലും, ഹർ പ്രകാർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള സാക്രിഫൈസ് ചെയ്യാനാകും. ഹർ സങ്കട് കോ സഹാ ജാ സക്താ ഹെ, എല്ലാ സങ്കടങ്ങളെയും സഹിക്കാനാകും, എല്ലാ ക്രൈസിസിനെയും ഓവർകം ചെയ്യാൻ കഴിയും. और इस स्वप्न को सार्थक बनाने के दौरान प्राण देना भी है तो वह मरण है स्वर्ग समान है. അതുപോലെ തന്നെ ഈ സ്വപ്ന को सार्थक बनाने के,
സാർത്ഥക് ബനാനയ്ക്ക് ദൗരാൻ. ഈ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അർത്ഥവത്താക്കുന്ന ആ ഒരു സമയത്ത്, ദൗരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത്, അവസരത്തിൽ പ്രാൺ ദേന ബി ഹേത്തോ, നമ്മുടെ ജീവിതം കൊടുക്കേണ്ടി വന്നാൽ പോലും, വഹ് മരൺ ഹേ സ്വർഗ് സമാൻ, നമ്മുടെ ആ ഒരു മരണം, ജീവിതം കൊടുക്കേണ്ടി വന്നാലും, നമ്മൾക്ക് മരിക്കേണ്ടി വന്നാലും, അങ്ങനെ ഒരു മരണം എന്ന് പറയുന്നത് സ്വർഗ് കെ സമാൻ, ഒരു ഹെവന് തുല്യമായിരിക്കും, സ്വർഗത്തെ പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹേ മേരെ തരുൺ ബായിയോ, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, തുമേം ദേനെ ലായക് മേരെ പാസ് കുച്ച് ഭി നഹി ഹേ, നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഹേ സിർഫ് യഹി സ്വപ്ന ജോ ഹമേ അസീം ശക്തി और അപാർ ആനന്ദ് ദേത്താ ഹേ. ഹേ സിർഫ്, എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. യഹി സ്വപ്ന, ഇങ്ങനെ ഒരു സ്വപ്നം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. ജോ ഹമേം അസീം ശക്തി और അപാർ ആനന്ദ് ദേത്താ ഹേ, അത് നമ്മൾക്ക് അസീം ശക്തി, ഒരു അതുല്യമായിട്ടുള്ള ഒരു ശക്തിയും, അതുപോലെ തന്നെ അതുല്യമായിട്ടുള്ള ഒരു എക്സ്ട്രീമായിട്ടുള്ള ഒരു ജോയ് തരുന്നതും, സന്തോഷം തരുന്നതും, ഒരു എക്സ്ട്രീമായിട്ടുള്ള ഒരു പവർ തരുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നം മാത്രമേ, ഒരു ഡ്രീം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. യുവാക്കളോട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ഈ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ. അത് നമ്മൾക്ക് അപാരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ശക്തി തരും, അതുപോലെ തന്നെ നമ്മൾക്ക് അപാരമായിട്ടുള്ള ഒരു സന്തോഷവും തരും. ആ ഒരു സ്വപ്നം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. ജോ മേരെ ക്ഷുദ്ര ജീവൻ കോ ബി സാർത്ഥക് ബനാത്താ ഹെ, ആ ഒരു സ്വപ്നം എന്നത് ക്ഷുദ്ര ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ ലൈഫ്, ജോ മേരെ ക്ഷുദ്ര ജീവൻ കോ ബി സാർത്ഥക് ബനാത്താ ഹെ, ആ ഒരു സ്വപ്നം എന്നത് ക്ഷുദ്ര ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ ലൈഫിൽ, എൻ്റെ സ്മോൾ ലൈഫിൽ, കോബി സാർത്ഥക് ബനാത്താ ഹെ, എൻ്റെ ആ ഒരു ചെറിയ സ്മോൾ ലൈഫിനെ പോലും മീനിങ് ഫുള്ളാക്കി മാറ്റിയിരിക്കുന്നു. യഹ് സ്വപ്നമേൻ തുമേ ഉപഹാർ സ്വരൂപ് ദേതാഹും, ഈ സ്വപ്നം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട്, ഉപഹാർ സ്വരൂപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റായിട്ട് തരികയാണ്. സ്വീകാർ കരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യൂ. സുഭാഷ് ചന്ദ്രബോസാണ് എഴുതിയിട്ടുള്ളത്. ലേഖകത്തെ പരിചയം, ലേഖകനെ കുറിച്ച് പരിചയപ്പെടാം. उड़ीसा, अब ओडिशा राज्य के कटक नगर में जन्म सुभाष चंद्र बोस को पूरा देश नेताजी के नाम से जानता है. ഒഡീസ, ഇപ്പോൾ ഒഡീഷ എന്നറിയപ്പെടുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ കടക് എന്ന ഒരു നഗരത്തിൽ ജനിച്ച സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ പൂരാ ദേശത്തിൽ, ഇപ്പോൾ എല്ലാ ദേശത്തിലും നേതാജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭാരത് കെ സ്വതന്ത്രത സംഗ്രാമേ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ ഉൻക ഉദ്ദേശ സ്പഷ്ടത, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ സ്പഷ്ടമായിരുന്നു. എന്തായിരുന്നു? ഭാരത് കോ അംഗ്രേസി ശാസൻ സെ മുക്ത് കർണ, ഭാരതത്തെ ബ്രിട്ടീഷ് റൂൾ, അംഗ്രേസി ശാസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് റൂളിൽ നിന്നും മുക്തമാക്കുക, ഫ്രീ ആക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ब्रिटिश शासन के विरुद्ध संघर्ष करते हुए उन्हें कई बार जेल जाना पड़ा. ബ്രിട്ടീഷ് റൂളിനെതിരെ വിരുദ്ധ സംഘർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ യുദ്ധം നയിച്ച അദ്ദേഹം, സ്ട്രഗിൾ ചെയ്ത അദ്ദേഹത്തിന് ഒരുപാട് പ്രാവശ്യം ജയിൽ ജാനാപട, ജയിലിൽ, പ്രിസണിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. स्वतंत्रता की लड़ाई में उनकी दूरदर्शिता का पता तब चलता है जब उन्होंने आज़ाद हिंद फौज का नेतृत्व संभाला. സ്വതന്ത്രത ക ലഡായി മേ, ഫ്രീഡം സ്ട്രഗിളിൽ അദ്ദേഹത്തിൻ്റെ ദൂരദർശിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, വീക്ഷണം, ഫോർസൈറ്റ് എന്നൊക്കെ അറിയപ്പെടും. ദൂരദർശിത, ഫോർസൈറ്റ്, ദീർഘവീക്ഷണം. തബ് പതാ ചൽത്താ ഹെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജബ് ഉന്നോനെ ആസാദ് ഹിന്ദ് ഫൗജ് കാ നേതൃത്വ സംഭാല, അദ്ദേഹം ആസാദ് സ്വാതന്ത്ര്യ സംഗ്രാമത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നു. സൻ 1900
1857 में भारतीय सैनिकों ने स्वतंत्रता प्राप्ति के लिए जिस तरह एकजुट होकर युद्ध किया था, അദ്ദേഹം 1857 ഭാരതീയ സൈനികോംനെ സ്വതന്ത്രതാ പ്രാപ്തി കേലിയെ ഭാരത സൈനികന്മാർ സ്വതന്ത്രത നേടുന്നതിനായിട്ട് ഫ്രീഡം നേടുന്നതിനായിട്ട് ജിസ് തര ഏക്ജുട്ട് ഹോക്കർ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഐക്യത്തോടെ एकजुट होकर एकजुट യുണൈറ്റഡ് ഐക്യത്തോടെ യുദ്ധം ചെയ്തിരുന്നു. उसके बाद सुभाष चंद्र बोस ही ऐसे महान सेनानी हुए जिन्होंने आज़ाद हिंद फौज के माध्यम से एकजुट होकर अंग्रेज़ों से चुनौती दी. चुनौती എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലുവിളി, ചലഞ്ച്. उसके बाद അതിനുശേഷം സുഭാഷ് ചന്ദ്ര ബോസ് ഹി ऐसे महान सेनानी हुए. സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് പറഞ്ഞ ആ മഹാൻ സേനാനി അദ്ദേഹം ആസാദ് ഹിന്ദ് ഫൗജ് കെ സ്വതന്ത്ര സംഗ്രാമ യുദ്ധത്തിൽ കെ മാധ്യം സെ ഏക്ജുട്ട് ഹോക്കർ അദ്ദേഹവും ഭാഗഭാക്കായി അംഗ്രേസോം കോ ചുനൗത്തി ദി ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹവും ഒരു വെല്ലുവിളിയായി മാറി. ഉന്നോനെ സൈനികോ ദില്ലി ചലോ ഓർ ജയ് ഹിന്ദ് കാ നാര ദിയ അദ്ദേഹം സൈനികർക്കായിട്ട് ദില്ലി ചലോ അവർ ജയ് ഹിന്ദ് എന്നീ 2 മുദ്രാവാക്യങ്ങൾ, നാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ സ്ലോഗൻ പറയുകയുണ്ടായി. സുഭാഷ് ചന്ദ്ര ബോസ് ने भारत को स्वतंत्रता दिलाने के लिए क्रांति का ऐसा बिगुल बजाया कि पूरा देश जय हिंद के नारों से गूंज उठा. सुभाष चंद्र बोस भारत को स्वतंत्रता दिलाने के लिए ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനായിട്ട് ക്രാന്തി ക ഏസ ബിഗുൽ ബജായ, ക്രാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപ്ലവം, റവല്യൂഷൻ. ബിഗുൽ ബജായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഹളം മുഴക്കി, ട്രംപറ്റഡ് ചെയ്തു. എന്താ? പൂരാ ദേശ് ജയ് ഹിന്ദ് കെ നാരോം സെ ഗുഞ്ച് ഉഡ, എല്ലാ ദേശത്തിലും ജയ് ഹിന്ദ് എന്ന വാക്യം ഗൂഞ്ച് ഉഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോഡായി, പ്രതിധ്വനിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദേശത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ജയ് ഹിന്ദ് എന്ന വാക്കുകൾ പ്രതിധ്വനിച്ചു, എക്കോ ചെയ്തു. ഉന്നോനെ തും മുझे ഖൂൻ ദോ മേ തുമേ ആസാദി ദൂങ്ക, നിങ്ങൾ എനിക്ക് ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തം, ബ്ലഡ് തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആസാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം തരാം. ജയ്സ പ്രേരക് നാരാബി ദിയ, അതുപോലെയുള്ള സ്ലോഗനുകളും അദ്ദേഹം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്ര ബോസിനെ ഏക് സ്വാധീൻ രാഷ്ട്ര ഔർ ആത്മനിർഭർ സമാജ് കാ സപ്ന ദേക്ക, സുഭാഷ് ചന്ദ്ര ബോസ് ഒരു ഇൻഡിപെൻഡൻറ്റുമായിട്ടുള്ള ഒരു സമൂഹത്തെ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. ഉൻകെ ജീവൻ കെ വിഷയമേ ജാന്ന, ഭാരതീയ സ്വതന്ത്രത ആന്തോളൻ കോ ഇതിഹാസൻ കോ ജാന്ന ഹെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമഗ്ര ആന്തോളനം, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഉള്ള ഒരു അറിവും നമ്മൾക്ക്, ചരിത്രത്തെക്കുറിച്ച് ഉള്ള അറിവും നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ ഉൻകി ചർച്ചിത് പുസ്തക് ഹെ, അദ്ദേഹത്തിൻ്റെ പോപ്പുലറായിട്ടുള്ള, ചർച്ചിത് എന്ന് പറഞ്ഞാൽ പോപ്പുലറായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യൻ स्ट्रगल എന്നത്. प्रकाशन विभाग भारत सरकार ने नेताजी सुभाष चंद्र बोस का वाग्मय प्रकाशित किया. പ്രകാശൻ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രകാശന വിഭാഗം, ഭാരത സർക്കാർ നേതാജി സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ വാഗ്മയ, സമ്പൂർണ്ണ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിട്ടൺ വാഗ്മയ, അദ്ദേഹം ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. इस प्रकाशन में उनके उपलब्ध सभी कार्यों, पत्रों, टिप्पणियों, भाषणों आदि को सम्मिलित किया गया है. ഈ ഒരു എഡിറ്റിങ്ങിൽ, ഈ ഒരു പ്രകാശനത്തിൽ, ഈ ഒരു പബ്ലിക്കേഷൻസിൽ, എഡിറ്റിംഗ് അല്ല പബ്ലിക്കേഷൻസിൽ അദ്ദേഹത്തിൻ്റെ ലഭ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ലേഖനങ്ങളും, ടിപ്പണിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും, ഭാഷണവും, സ്പീച്ചസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സമ്മിലിത് കിയാ ഗയാ ഹെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇതിൻ്റെ എൻഡിൽ ഞാൻ
കുറച്ച് വേർഡ്സുകളുടെ മീനിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് എക്സ്പ്ലനേഷനും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.